ഹലോ അസ്സലാമു അലൈക്കും. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പം ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് നല്ലൊരു സംഘത്തില് നമ്മൾ അംഗമാവുക എന്നുള്ളതാണ്. നല്ലൊരു ടീമിനോടൊപ്പം നമ്മൾ ജോയിൻ ചെയ്യുക, നല്ലൊരു സുഹൃത്ത് വലയത്തില് നമ്മൾ ജോയിൻ ആവുക എന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, മെഡിറ്റേഷനിലേക്ക് പോകാം. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, റെഡിയാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ എന്ത് ചെയ്യാ, പറ്റുന്നവരൊക്കെ ചാറ്റ് ബോക്സിൽ മാക്സിമം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പം ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ട് എടുക്കുക. ശ്വാസം മൂക്കിലൂടെ ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിനു ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. ശേഷം ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാൽപാദങ്ങൾ മുതൽ തല വരെ ഓരോ അവയവങ്ങളും പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. കാൽവിരലുകൾ, കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ, തുടയെല്ലുകൾ, ഊരയിടുപ്പ് എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. വയറിന്റെ ഭാഗം, അടിവയറ്, നെഞ്ഞിന്റെ ഭാഗം, പുറം, തോളെല്ലുകൾ, കഴുത്ത്, തല, മുഖം തുടങ്ങിയ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കിഡ്നികൾ, പാൻക്രിയാസ്, ശരീരത്തിനുള്ളിലുള്ള തുടങ്ങിയ ശരീരത്തിനുള്ളിലുള്ള എല്ലാ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പൂർണ്ണമായിട്ടും റിലാക്സ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും അറിയാൻ പറ്റുന്നുണ്ട്. എടുക്കുന്ന ഓരോ ശ്വാസത്തിലും അലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലിങ്ങനെ പൂർണ്ണമായിട്ടും ലയിച്ചുകൊണ്ടിരിക്കുക. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ ശ്വാസത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു മോർണിംഗിനെ വരവേൽക്കാം. വളരെ ഉന്മേഷകരമായിട്ടുള്ള ഈ ഒരു മോർണിംഗില് നിങ്ങൾ ഇന്നേ വരെ എടുത്തിട്ടുള്ള കൗണ്ട്ലെസ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രീത്തിങ്ങിന് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിനോടും പ്രപഞ്ചനാഥനോടും നന്ദി പ്രകടിപ്പിക്കാവുന്നതാണ്. ശ്വാസം ഒന്ന് സ്റ്റെക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഉണ്ടാവുന്ന ഒരു പ്രയാസം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടോ നന്ദി പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് മൊമെന്റിൽ ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ശേഷം ഓരോ ശ്വാസത്തിനും നന്ദി പറയുക. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ശരീരത്തിലുള്ള നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയാവുന്നതാണ്. നിങ്ങളുടെ ഹേർട്ട്, കരള്, വൃക്ക തുടങ്ങി നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ശേഷം നിങ്ങളുടെ കാലുകൾ കൊണ്ട് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് നടക്കാൻ പറ്റിയിട്ടുള്ള ഓരോ മൊമെന്റിനെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാത്തിനും നന്ദി പറയാവുന്നതാണ്. നിങ്ങളുടെ കാലുകൾക്ക് നന്ദി. ഈ കാലുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രപഞ്ചനാഥന് നന്ദി, നിങ്ങളുടെ സൃഷ്ടാവിന് നന്ദി. പൂർണ്ണമായിട്ടും നന്ദിയുള്ള ഒരു ഇമോഷൻ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ശേഷം നിങ്ങളുടെ വയറ്,
നിങ്ങൾക്ക് വേണ്ടി ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങളുടെ വയറിന്റെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ദഹന പ്രക്രിയക്ക് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. വൃക്കകൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. നിങ്ങളുടെ ശ്വാസകോശത്തിന് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. പാൻക്രിയാസ്, കിഡ്നികള് എല്ലാത്തിനും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ ഹോർമോണുകൾക്കും ഓരോ അവയവങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാം. ഓരോ കോശങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാം. അതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നന്ദി പറയാവുന്നതാണ്. നിങ്ങളുടെ 2 കൈകൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാം. ആ കൈകൾ കൊണ്ട് നിങ്ങൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നിങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങാവുന്നതാണ്. ശേഷം നിങ്ങളുടെ വായകൾക്ക്, നിങ്ങളുടെ പല്ലുകൾക്ക്, നിങ്ങളുടെ നാവിന് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. നിങ്ങൾ ഇന്നേ വരെ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾക്ക്, ആ ഭക്ഷണങ്ങളുടെ രുചി അറിയുന്ന നിങ്ങളുടെ നാവിന് എല്ലാത്തിനും നിങ്ങൾക്ക് നന്ദി പറയാം. ഒരുപാട് പലതരത്തിലുള്ള പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിന് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ ബ്രീത്തിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ നോസിന്, നിങ്ങളുടെ മൂക്കിന് നിങ്ങൾക്ക് നന്ദി പറയാം. ഈ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിച്ചതിനാലല്ല, ആ ഭംഗി ആസ്വദിക്കാൻ പറ്റിയതിലല്ല, നിങ്ങളുടെ കണ്ണുകൾക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നന്ദി പറയാവുന്നതാണ്. ശേഷം നിങ്ങളുടെ തലമുടികൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ഐബ്രോസിന് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാത്തിനും നന്ദി പറഞ്ഞ് ആ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരിക. ശേഷം ഈ പ്രപഞ്ചനാഥന്, ഈ പ്രപഞ്ചത്തിന്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് നന്ദി ഫീൽ ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം നിങ്ങൾക്ക് ആ ഒരു നന്ദി എന്നുള്ളൊരു ഇമോഷനിൽ ജീവിച്ച് നിങ്ങൾ ആസ്വദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കുറച്ച് സമയം ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയുമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈറ്റുമായിട്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്തിരിക്കാവുന്നതാണ്. കുറച്ച് സമയം നിങ്ങൾക്ക് അതിലിങ്ങനെ ഇരിക്കാവുന്നതാണ്. Okay, very good. അപ്പം ഇനി നമുക്ക് നല്ല തിരിച്ചു വരാവുന്നതാണ് മെഡിറ്റേഷനിൽ നിന്ന്. റിലാക്സ് ആയി ഒന്ന് തോന്നുന്നവരെ, തിരിച്ചു വരണം എന്ന് തോന്നുന്നവരെ ജസ്റ്റ് കണ്ണു തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്ത് വിട്ട് ഈ നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തില് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും പോസിറ്റിവിറ്റിയും ഈ മോർണിംഗിലുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ പോസിറ്റീവ് വൈബ്രേഷനും നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് നല്ലൊരു പുതിയ ഒരാളായിട്ട് നല്ല പുതിയൊരു വെളിച്ചത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തില് അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗിനെ വരവേൽക്കാവുന്നതാണ്. ഓക്കെ, സുഖമായിട്ടുള്ളൊരു ശ്വാസം എടുത്ത് തിരിച്ചു വരാവുന്നതാണ്. തിരിച്ചു വന്ന ആളുകള് പെട്ടെന്ന് വീഡിയോ മോഡിൽ വരാം കേട്ടോ. ഓക്കെ, തിരിച്ചു വന്നിട്ടുള്ള ആളുകള് വീഡിയോ മോഡിൽ വരാം. നിങ്ങളൊരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു 2 പേര് പെട്ടെന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇന്നത്തെ മെഡിറ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നത്തെയും പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ രാവിലത്തെ മെഡിറ്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സൺഡേസിൽ മാത്രമല്ലേ ഉള്ളൂ ക്ലാസ്. അന്നത്തെ ദിവസം ഒരു ഫ്രഷ് ആയിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്ന അന്നത്തെ ദിവസം ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും.
എനിക്കും എന്നത്തെ പോലെ തന്നെ ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ ഈ രാവിലെ തന്നെ നല്ല മൈൻഡ് സൗണ്ടും പ്രകൃതിത്തെ വേറെ സൗണ്ടുകളൊന്നും ഇല്ലാതെ ഈ പ്രകൃതിത്തെ സൗണ്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇതാക്കുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല വിദഗ്ധരുമായിട്ട് അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് പലരും പറയാറുണ്ട് നമ്മള് നമ്മളുടെ ഒരു 5 സുഹൃത്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്നുള്ളത്, അല്ലെ? അങ്ങനെ ഒരു പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ 5 സുഹൃത്തുക്കൾ അവർ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കൂട്ടിൽ അതായത് നിങ്ങളുടെ കൂട്ടുകെട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും 6ാമത്തെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതല്ല നിങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കള് പരാജയപ്പെട്ടിട്ടുള്ള ഒരു 5 പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും 6ാമത്തെ പരാജയപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കും എന്നുള്ളത്. സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ സൗഹൃദങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പല ടൈപ്പുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും, പല ആളുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാകും, മിങ്കിൾ ചെയ്യുന്നുണ്ടാകും, പല സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അറ്റാച്ച് ചെയ്യേണ്ടത് പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ആളുകളായിട്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും നമ്മൾ സക്സസ്ഫുൾ മെന്റാലിറ്റി ഉള്ള ആളുകളായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി എന്ന് തോന്നുന്ന ആളുകളായിട്ട് വേണം നമ്മൾ കൂടുതൽ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ടുള്ള കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അപ്പം അവരിൽ നിന്നിട്ടുള്ള ഒരു വൈബ്രേഷന് നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻസ് നമ്മളിലും മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ടുള്ള കൂട്ടാണ്, അവരായിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ഗ്രൂപ്പുകളിലാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലൊക്കെയാണ് നമ്മൾ ഉള്ളത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു വൈബ്രേഷന് നമ്മളിലേക്കും എത്തും, നമ്മളിൽ നിന്നിട്ട് മറ്റുള്ളവർക്കും അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യാ, നമുക്കറിയാം നമ്മളൊരു മനുഷ്യനാണെന്നുള്ളത്. സോ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്, അല്ലെ? നമ്മൾ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നത് ഞാൻ എന്നുള്ള ഒരു യാത്ര തുടങ്ങുമ്പോഴാണ്. ഈ ഞാൻ എന്ന് പറയുന്നത് നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നിട്ടാണെങ്കിൽ ഈ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അത്രമേൽ ബ്യൂട്ടിഫുൾനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ അത്രമേൽ പവർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സർക്കിളില് ഞാൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോള് ചേരുമ്പോഴാണ് അവിടെ ഒരു ഭംഗിയുള്ള ഒരു ലോകം സൃഷ്ടിക്കപ്പെടാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല കൂട്ടുകാര് ഉണ്ടോ? നല്ല പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് 1-2 പേർക്ക് പറയാം. നിങ്ങൾ അവരിൽ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾക്ക് ഏറ്റവും നല്ല കൂട്ടുകാരില് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ. മിസ്സേ, നമ്മള് എന്തെങ്കിലുമൊക്കെ എക്സാമിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മള് ജസ്റ്റ് ഒന്ന് ബാക്കൊക്കെ ആയാലും ഓല് പറയും അതിലൊന്നും ഇതാവണ്ട, നമുക്ക് അടുത്തേല് നോക്കാന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ട് അല്ലെ? അതൊരു ലക്കി ആയിട്ടുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ്, നമ്മുടെ വിജയത്തിലേക്ക് ഇതാക്കിയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ എത്തൂലെന്ന് വെച്ചപ്പം അവര്
അവർ കാരണം ഞാൻ എത്തിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന നല്ല സുഹൃത്തുക്കളെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മളും നല്ലൊരു സുഹൃത്താവാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ഒരു വ്യക്തിയാവാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ? നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവാൻ പറ്റണം. നമ്മളെ ഈ ലോകം ഇൻസ്പയർ ആയി മാറുമ്പോഴാണ് നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുക. അപ്പം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, നമ്മളൊരു നല്ലൊരു ഗുഡ് പേഴ്സൺ ആവണം, അല്ലെങ്കിൽ നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന നല്ലൊരു ടീമിലുള്ള ഒരു വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് സഹിഷ്ണുത, കരുണ എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരു സഹിഷ്ണുത മനോഭാവമുള്ള ആളുകളായിരിക്കണം നമ്മൾ. പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊന്നും ആവുന്ന ഇതിൽ ഒരു എന്താ പറയാ ഒരു ബ്യൂട്ടിനെസ് ഇല്ല. നമുക്ക് എന്തും സ്വീകരിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ എവിടെയും സഹിഷ്ണുത പറയുമ്പോൾ ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും സഹിക്കുക, എല്ലാ വിഷമങ്ങളും സഹിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമുക്ക് എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ്രേഷനിൽ ഉള്ളതൊക്കെ എടുക്കാൻ പറ്റണം. എല്ലാത്തിനെയും അതിൻ്റെതായ രീതിയിൽ കാണാൻ പറ്റണം. അല്ലാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, എന്താ പറയാ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ തന്നെ അതിനെ ഓവർ റിയാക്ട് ചെയ്യുക, അങ്ങനെയൊന്നും ആവരുത്. നമുക്ക് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണം. നല്ല കൈൻഡ്നെസ്സോട് കൂടിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നമുക്ക് ആ ഒരു ടീമിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റണം. ഇപ്പൊ പഠനപരമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പഠനേതരമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ ആ ഒരു ടീമിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഒരു ഗുഡ് ടീമിന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ദെൻ ഒരുമിച്ചുള്ള വളർച്ച. ഞാൻ വളരുന്നതോടൊപ്പം എൻ്റെ ടീമിലുള്ള ആളുകളും വളരുക എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു വൈബ്രേഷനിലുള്ള ഒരു ടീമിലായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ മ്യൂച്വൽ റെസ്പെക്ട്. ഓക്കെ, ഞാൻ പറയുന്നത് മാത്രമാണോ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആളുകളുടെ ഒരു കൂട്ടമാവരുത്. നിങ്ങൾ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്ന ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളും ആവരുത്. ഞാൻ പറയുന്നതും ശരിയാണ്, നിങ്ങൾ പറയുന്നതും ശരിയാണ് അല്ലെ? നിങ്ങളുടെ വ്യൂവില്, നിങ്ങളുടെ കാഴ്ചപ്പാടില് നിങ്ങൾ പറയുന്നത് ശരിയാണ്, എന്റെ കാഴ്ചപ്പാടില് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് ശരിയാണ്. സോ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് പരസ്പരം റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി തിരുത്തപ്പെടുന്ന ഒരു ടീമിലുള്ള അംഗമായിരിക്കണം നമ്മള്. ഇങ്ങനെയുള്ള ഒരു ടീം നിങ്ങളെ ഉയർത്താനും നിങ്ങളെ താഴ്ത്താനും പറ്റുന്ന ഒരു ടീം നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഇപ്പം ആക്ച്വലി നിങ്ങളുടെ എത്തരത്തിലുള്ള ടീമിലാണ് അംഗമായിട്ടുള്ളത് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഒരു ടീം, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മൈൻഡിനെ കൊടുക്കുന്ന ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സുഹൃത്ത് വലയങ്ങൾ നമുക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റോ നമ്മുടെ ലൈഫിൽ എന്തായാലും അങ്ങനെയുള്ള സൗഹൃദ വലയങ്ങൾ ഉണ്ടാവും. ആ സൗഹൃദ വലയം നിങ്ങളുടെ ഉയർച്ചയിലേക്കാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത്, അതല്ല താഴ്ചയിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾ, അത് ആരും ആവാം. ചിലപ്പോൾ നിങ്ങളുടെ കസിൻസ് ആയിട്ടുള്ള ടീമാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ള മറ്റു വലിയ ടീമുകളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ആവാം, അങ്ങനെ മറ്റു ആരും ആവാം. അവരില് നിങ്ങള് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണോ അതല്ല താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഉയർച്ചയിലേക്കാണോ കൊണ്ടുപോകുന്നത്, താഴ്ചയിലേക്കാണോ കൊണ്ടുപോകുന്നത്? സോ ഉയർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ യു ആർ ലക്കി പേഴ്സൺ അല്ലെ? നിങ്ങളുടെ ആ ഒരു സംഘം, നിങ്ങളുടെ ആ ഒരു ടീം നിങ്ങൾ ഉയർച്ചയിലേക്കാണ് നിങ്ങൾ സഹായിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടീമിനെ നിങ്ങൾ എന്ത് ചെയ്യും, ഹോൾഡ് ഓൺ ചെയ്ത് മുറുകെ പിടിക്കുക. അതല്ല നിങ്ങളുടെ ആ ഒരു സുഹൃത്ത് വലയങ്ങൾ നിങ്ങളുടെ താഴ്ചയിലേക്കാണ്, നിങ്ങളുടെ പരാജയത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ആ ഒരു സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ ഞാൻ എന്ത് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കാം, നമ്മളെ എന്താ പറയാ അത്രയും നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, ഫ്രണ്ട് സർക്കിൾ ആയിരിക്കാം. അത് നമുക്ക് ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കാത്ത ഒരു ടീമിനോടൊപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അത് എത്ര നല്ല ടീമായിരുന്നാലും, അത് എത്ര നല്ല സമൂഹത്തിൽ എത്ര നല്ല വാല്യൂഡ് ആയിട്ടുള്ള ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കാത്ത, നമ്മളെ
പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനിലേക്ക് എത്തിക്കാത്ത ഒരു ടീമിന്റെ കൂടെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ ആ ഒരു ടീമിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല. സോ അങ്ങനെയുള്ള ടീമിലാണ് നമ്മളിപ്പോൾ ഉള്ളതെങ്കിൽ മൂവ് ഓൺ ചെയ്യാനുള്ള ടൈം അതിക്രമിച്ചിട്ടുണ്ട്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആവുക, അവരോടൊപ്പം ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ടീമിനെ, നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കുണ്ടായിരിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നല്ല കോൺഫിഡൻസ് വേണം. ഓക്കെ, എനിക്കൊന്നും നേരിടാൻ കഴിയൂല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും പറ്റൂല എന്ന് പറഞ്ഞ് ബാക്കോട്ട് നിൽക്കുന്ന ഒരാളാവരുത്. എന്തും നേരിടാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ദെൻ നമ്മൾ ഗുഡ് ലാംഗ്വേജ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ഗുഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഈ മോശപ്പെട്ട വേർഡുകൾ സംസാരിക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നതിനേക്കാൾ ഉപരി നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുക, ആളുകൾക്ക് പോസിറ്റിവിറ്റി കൊടുക്കുന്ന, ആളുകൾക്ക് പ്രതീക്ഷകൾ കൊടുക്കുന്ന, ആളുകൾക്ക് നല്ല ഇമോഷൻസ് കൊടുക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് പറ്റണം. അതേപോലെ നല്ല സിൻസിയാരിറ്റി നമ്മളുടെ ടോക്കിങ്ങിൽ കൊടുക്കാൻ പറ്റണം. ആളുകൾക്ക് നല്ല സിൻസിയാരിറ്റി മീൻസ് ആത്മാർത്ഥമായിട്ട് അവരോട് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ അവരോട് നമുക്ക് ഇടപെടാൻ പറ്റണം. പിന്നെ നമ്മൾ നല്ല ലിസണറായിട്ട് മാറണം. നല്ല ഒരു സംഗതിയിൽ നമ്മൾ ചേരുമ്പോൾ നമുക്ക് നല്ലൊരു ലിസണിങ് കപ്പാസിറ്റി വേണം. നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ പറ്റണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റണം. ഗുഡ് ബിഹേവിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നല്ല നല്ല ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നല്ല ബിഹേവിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ നല്ല ബിഹേവിയർ ആണ് നമ്മൾ നല്ല ക്വാളിറ്റിയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബിഹേവിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഈ ബിഹേവിയർ ചിലപ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന കുറെ ബിഹേവിയറൽ സിസ്റ്റം ഉണ്ട്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട, നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറും കൂടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറുകൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരെ ഞാൻ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഞാൻ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയി മാറണമെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട നല്ല ബിഹേവിയറുകൾ, നല്ല പെരുമാറ്റങ്ങൾ, നല്ല ആറ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സർക്കിളിന്റെ ഉള്ളിലാണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമ്മളെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉള്ളത്? നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, അതായത് നമ്മളെ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമുക്ക് നൽകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഉയർച്ചയിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെ എന്ത് കാര്യം വരുമ്പോഴും പരിഹസിക്കുന്നവരാണോ നമ്മുടെ കൂടെയുള്ളവര് എന്ന് ചിന്തിക്കുക. അതുപോലെ നമ്മളോട് നന്ദികേട് കാണിക്കുന്നവരാണോ, നമ്മളോട് മോശം ബിഹേവിയർ ചെയ്യുന്നവരാണോ, നിങ്ങൾക്കൊപ്പം വളരാൻ തയ്യാറാവാത്തവരാണോ എന്നുള്ളതും കൂടെ ചിന്തിക്കുക. ഇപ്പം നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ നല്ലൊരു വൈബ്രേഷനിൽ കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്, പക്ഷെ അവർ നമ്മളെ അനുവദിക്കുന്നില്ല. അതിന് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു സർക്കിൾ നമ്മൾ അതിനെ അനുവദിക്കാതിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് നമ്മൾ പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സംഘത്തിൽ നിന്ന്, ആ ഒരു ടീമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. നമ്മള് നിങ്ങളോടൊപ്പം വളരാൻ താല്പര്യമുള്ളവരുടെ ഒരു ടീമിലായിരിക്കണം നിങ്ങൾ വേണ്ടത്. ഓക്കെ, ഞാൻ വളരണം, എന്നോടൊപ്പം നമ്മുടെ ടീമും വളരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ പെടേണ്ടത്. അതിപ്പോ നമ്മൾ സ്കൂളിലുള്ള ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, നമ്മൾ ചുറ്റുള്ള ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ വളരണം, അതോടൊപ്പം നീയും വളരണം, നീ വളരണം, നിന്നോടൊപ്പം ഞാനും വളരാൻ ശ്രമിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ വേണം നമ്മൾ പെടാന്. അതോടൊപ്പം സഹകരണമുള്ളവരായിരിക്കണം. സഹകരണമില്ലാത്തവരുടെ കൂടെയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇല്ല, ഇന്നലെ തന്നെ വരച്ച് പണ്ടാരടി.
ഓക്കെ, ദെൻ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ സൗഹൃദങ്ങൾ എന്നുള്ളത് നമുക്ക് ചിരിക്കാനും വൈബാക്കാനും മാത്രം ഉള്ളതല്ല. നമ്മളെ ഉയർച്ചയിലേക്ക്, നമ്മളെ ഉയരങ്ങളിലേക്ക് എത്താൻ കൂടെ നമ്മളെ സഹായിക്കുന്ന ഒരു ടീമും കൂടെ ആയിരിക്കണം നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ ഒരു നല്ല സർക്കിളിലുള്ളവരാണോ? നല്ലൊരു സംഘത്തിൽ അംഗമാണോ? നിങ്ങളുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റുമായിട്ട് നിങ്ങൾ അങ്ങനെ നല്ലൊരു സർക്കിളിൽ അംഗമാണോ? യെസ് മാം. അതെ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള സംഘമാണ് നിങ്ങളുടേത് എന്നൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. എങ്ങനെയുള്ള സംഘത്തിലാണ് നിങ്ങൾ അംഗമായിട്ടുള്ളത്? എങ്ങനെയുള്ള സംഘത്തിലാണ് നിങ്ങൾ അംഗമായിട്ടുള്ളത്? പോസിറ്റീവ് വൈബ്രേഷൻ ആണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു സംഘത്തെ കുറിച്ച്, ആ ഒരു ടീമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ടൈപ്പ് ചെയ്യേണ്ടവർക്ക് പോസിറ്റീവ് വൈബ്രേഷനില് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു ടീമിലേക്കാണ്. ഓക്കെ, അങ്ങനെയുള്ള ടീമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ഒരാൾക്കും കൂടെ പറയാം. മാം, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കണേ, നമ്മളെ ഓരോ ഉയരുമ്പോ നമ്മളെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു ടീമിലാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ആ ഒരു സംഘത്തിനോടൊപ്പം, ആ ഒരു ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമ്പം നിങ്ങൾക്കുള്ളത്? ജസ്റ്റ് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പൊ പറയുന്നത്. എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ആ ഒരു സംഘത്തോടൊപ്പം, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ ആ ഒരു ടീമിനോടൊപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവുന്നത് എന്ന് ഒരു 3 എന്താ പറയാ ക്വാളിറ്റീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർക്കുക, പറയുക. എന്തെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്കും ആ ഒരു ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്? ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് പറയാ. ആര് പറയും? മാം, ഈ ഒരു ടീമിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ വളരെ നല്ല ജോയ്ഫുൾ ആയി മാറും. എല്ലാ കാര്യവും ചെയ്യുമ്പോഴും ആ ഒരു ജോയ് സ്റ്റേജിൽ നിന്ന് ചെയ്യാൻ കഴിയും. പിന്നെ കൂടുതൽ എന്തെങ്കിലും കപ്പാസിറ്റീസ് ഉണ്ടെങ്കിൽ ഞാനും കൂടി അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിലും ഈ ടീമിനോട് കൂടെ നിൽക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻസും കപ്പാസിറ്റീസും ഒക്കെ പുറത്തു വരുന്ന കാണാൻ കഴിയലുണ്ട്. പിന്നെ ഭയങ്കര ആക്റ്റീവ് ആവും. അല്ലാത്ത ടൈമിലൊന്നും അത്ര ആക്റ്റീവ് ഇല്ല. അപ്പൊ അങ്ങനെ ടീം ആ ഒഴുക്കിനോടൊപ്പം നമ്മളും വളർന്നു പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനോടൊപ്പം നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ലാസ്റ്റ് പറഞ്ഞ ക്വാളിറ്റി എന്തായിരുന്നു? നമ്മള് ഓലെ കൂടെ ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഒന്നും അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഒരു ടീമിനോട് കൂടെ നിൽക്കുമ്പോ ആ ഒരു ആക്റ്റീവ്നെസ് കിട്ടലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ് ആരാ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് ഷാമിയ. നിങ്ങളിപ്പം നിലവില് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സുഹൃത്ത് വലയങ്ങൾ ഉണ്ടോ എങ്കിൽ ആ ഒരു സുഹൃത്ത് വലയത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ചാറ്റിലൂടെ അയക്കുന്ന ചാറ്റിലൂടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എന്താ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ അറിയാറില്ല. പിന്നെ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. കൂടുതലും ആക്റ്റീവ് ആവാനും കഴിയലുണ്ട്. ഞാന് കുറെ കഴിവുകളുണ്ട്, പക്ഷെ കുറെ ബാക്കിലോട്ടായിരുന്നു. ഇപ്പം അതെല്ലാം ആക്കാൻ കഴിയുന്നുണ്ട്. മാഷാ അല്ലാ. അപ്പം ഒരു 3 കീവേഡ്സ് ഫോർ ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. 3 C's എന്ന് പറയും നമ്മള്.
കമ്മ്യൂണിക്കേഷൻ, കോൺട്രിബ്യൂഷൻ, സെലിബ്രേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടീം നമുക്ക് നല്ല വൈബ്രേഷൻ, നല്ലൊരു ടീം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, തുറന്ന് എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു ടീമായിരിക്കണം അത്. ഓക്കെ, ഞാൻ പോസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ട്, ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട്, സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്, ഏത് കാര്യത്തിനും ആ ടീമിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ് ഷാമി പറഞ്ഞിട്ടുള്ളത് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ആ 3 C's അല്ലെ. ഒന്ന്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടീമിലേക്ക് ഒരു നമ്മുടെ ടീം എന്ന് പറയുന്നത് തുറന്ന് എന്ത് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ കോൺട്രിബ്യൂഷൻ ഉള്ളതായിരിക്കണം, സഹായിക്കാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കാൻ, നമുക്കും തിരിച്ച് സഹായിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ടീമിലായിരിക്കണം നമ്മള്. ദെൻ നമുക്ക് വിജയങ്ങള് ആഘോഷിക്കാൻ പറ്റുന്നതും കൂടെ ആയിരിക്കണം, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് വിജയങ്ങൾ ആഘോഷിക്കാൻ പറ്റണം. കുഞ്ഞു കുഞ്ഞു നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള്, കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻ ഒക്കെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റണം. അതായത് നിന്റെ വളർച്ച എന്റെയും കൂടെ വളർച്ചയാണ്, നിന്റെ സക്സസ് എന്റെയും കൂടെ സക്സസ് ആണ്. അപ്പൊ നിന്റെ സക്സസിൽ ഞാനും കൂടെ പങ്കു ചേർന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഒരു സക്സസിനെ വരവേൽക്കാനും കൂടെ പറ്റുന്നതായിരിക്കണം നമ്മുടെ ഒരു ഗുഡ് ടീം എന്ന് പറയുന്നത്, നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, നമ്മള് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സുഹൃത്ത് വലയങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മൾ വളരുന്നതോടൊപ്പം നമ്മുടെ ടീമും വളരുക, നമ്മുടെ ടീം വളരുന്നതോടൊപ്പം ഞാനും വളരുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുക. സോ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളുടെ ഒരു 5 സുഹൃത്തുക്കള് അവരുടെ ആവറേജ് ആയിരിക്കും ഞാനെന്ന് പറയുന്ന വ്യക്തി. എന്റെ സുഹൃത്തുക്കൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്നാൽ ഞാനും ഒരു വിജയിയായിട്ട് മാറും. എന്റെ സുഹൃത്തുക്കൾ എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന, അല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന, മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന, ആളുകളെ മോശമായി കാണുന്ന കുറച്ച് കൂട്ടം ആളുകളുടെ കൂടെയാണോ ഞാനുള്ളതെങ്കിൽ ഞാനും അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറും. സോ എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, നല്ല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, നല്ല നല്ല ഗ്രൂപ്പുകളിൽ അംഗമായി തീരുക. നല്ല വാട്സപ്പ് ഗ്രൂപ്പുകളും നല്ല നല്ല ആളുകളെ ഫേസ്ബുക്കുകളിലും ഇൻസ്റ്റഗ്രാമുകളിലും ഒക്കെ, നല്ല സോഷ്യൽ മീഡിയകളിലൊക്കെയും നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ എന്താ പറയാ ഫോളോ ചെയ്യുക, അവരുമായിട്ടുള്ള സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അത്തരം നല്ല ക്വാളിറ്റീസ് ഉള്ള നല്ല ടീമുകളുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കൗമാരക്കാരായ കുട്ടികളോട് പറയാനുള്ളത്. സോ ഇന്നത്തെ നമ്മളുടെ അഫർമേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹേർട്ടിനോട് കൈവച്ചിട്ട് നിങ്ങൾ ഇന്നത്തെ അഫർമേഷൻ ചാറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ നല്ലവർക്കൊപ്പമുള്ള ഒരാളാണ്, എന്റെ ബന്ധങ്ങൾ ശുദ്ധവും ശക്തവുമാണ്. ഓക്കെ, നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ ഹേർട്ടിനോട് തന്നെ സംസാരിക്കാം. ഞാൻ നല്ലവർക്കൊപ്പമുള്ള ഒരാളാണ്, എന്റെ ബന്ധങ്ങൾ ശുദ്ധവും ശക്തവുമാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് പറയാം, ഞാൻ നല്ലവർക്കൊപ്പമുള്ള ഒരാളാണ്, എന്റെ ബന്ധങ്ങൾ ശുദ്ധവും ശക്തവുമാണ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇന്നത്തെ നമ്മുടെ ആ ഒരു തീം എന്ന് പറയുന്നത് നല്ലൊരു വിദഗ്ധ സംഘവുമായിട്ട് നമ്മൾ കൂട്ടുചേരുക എന്നുള്ളതാണ്. ഒരു വിദഗ്ധ സംഘവുമായി നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടീനേജർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ചുറ്റിലുള്ള നല്ല നല്ല പോസിറ്റീവ് വൈബ്രേഷൻ ആളുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മളും നല്ലൊരു പോസിറ്റീവ് ആയിട്ട് ഒരു വ്യക്തിയായി മാറുക. അതിനുള്ള കുറച്ച് ക്വാളിറ്റീസും അതിലേക്ക് നമ്മൾ ഉണ്ടായിരിക്കേണ്ട കുറച്ച്, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് ബിഹേവിയറൽ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതുപോലെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക് ആയിട്ട് വരാം. സോ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടവർക്ക് ചാറ്റിലൂടെ അറിയിക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, 1-2 ആളുകൾ ഒന്ന് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടെ അറിയിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആരാ ഫീഡ്ബാക്ക് പറയുന്നത്? മാം, നേരത്തെ തന്നെ കയറാൻ പറ്റിയില്ല, അന്ന് കുറച്ച് ലേറ്റ് ആയി. ബട്ട് കയറിയ തൊട്ടുള്ള തന്നെ അടിപൊളിയാണ്. ഇങ്ങനെ ഒരു നല്ല കൂട്ടത്തിൽ അംഗമായ എല്ലാ ഗുണങ്ങളും, പിന്നെ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ആ ഒരു
ബന്ധത്തെ ഉയർത്തിക്കൊണ്ടുവരാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കിട്ടി. അൽഹംദുലില്ലാ. ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് സെക്ഷൻസിന് വെയിറ്റിംഗ് ആണ് ഇൻഷാ അല്ലാ. നെക്സ്റ്റ് ആരാണ്? താങ്ക് യു നിത. സോറി, താങ്ക് യു നിഖില. ഷാമിയ. ഓക്കെ, മെഡിറ്റേഷൻ ടൈമിൽ ഞാൻ ജോയിൻ ചെയ്യാറിയിരുന്നു, ബട്ട് ഒരു പോസിറ്റീവ് ടീമിനെ കുറിച്ച് കുറെ മനസ്സിലാക്കാൻ പറ്റി. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടീമിൽ അംഗമാവണമെന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ഷമിയ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡേ ആയി മാറട്ടെ. ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് നമ്മൾ ഇന്നത്തെ മോർണിംഗിനെ എങ്ങനെയാണ് വരവേൽക്കുന്നത് ആ രീതിയിലായിരിക്കും ഇന്നത്തെ ഹോൾ ഡേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കണ്ട് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഇന്ന് ചിന്തിക്കാൻ പറ്റട്ടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, വെരി ഓൾ ദ ബെസ്റ്റ്. ബൈ, see you again.